വളരെ കോൺഫിഡൻ്റ് ആണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഫിഡൻസ് കുറവുണ്ടാകേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ പാലക്കാട്ടെ വോട്ടർമാരിലായിരുന്നു. ആ വോട്ടർമാരുടെ കോൺഫിഡൻസിനെ അതേപടി നിലനിർത്തുന്ന രീതിയിലാണ് പോളിംഗ് ഡേയിൽ, അതായത് ക്യാമ്പയിനിൽ ത്രൂ ഔട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പോകുമ്പോൾ നമുക്കറിയാം എന്താണ് ഫീൽഡിലെ പൾസ് എന്ന്. ആ പൾസിനെ അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്ന ദിവസമായിരുന്നു പോളിംഗ് ഡേ. അങ്ങനെ പെർസെൻറ്റേജ് അങ്ങനെ കുറഞ്ഞിട്ടില്ല. പെർസെൻറ്റേജ് ഇങ്ങനെ പുറത്തു വന്നതിനകത്തൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരാൻ പോവുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന കണക്കിലൊക്കെ വലിയ വ്യത്യാസം, അതായത് ഇപ്പം നമുക്ക് ഓരോ ബൂത്തിൽ നിന്നും അവർ സൈൻ ചെയ്ത് തരുന്ന കോപ്പി ഉണ്ടല്ലോ, നമുക്ക് തരുന്ന കോപ്പി, ബൂത്ത് ലെവൽ ഏജൻസി, ആ കോപ്പി വെച്ചിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സ് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് പുറത്തേക്ക് വന്നത്. അത്യാവശ്യം നല്ല വ്യത്യാസം നിങ്ങൾ പറയുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ PRD ഒഫീഷ്യലിന്റെ നമ്പർ, PRD ഒഫീഷ്യലിലും ഒരു ഫൈനൽ അപ്ഡേറ്റ് അല്ല. PRD ഒഫീഷ്യൽ എപ്പോഴും മാറ്റം വരുത്താറുണ്ട്. അപ്പം അതിന്റെ ഏറ്റവും ആധികാരികമായ രേഖ എന്ന് പറയുന്നത് ബൂത്തിൽ നിന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പറാണ് ഏറ്റവും ആധികാരികമായ രേഖ. ആ ആധികാരികമായ രേഖ പരിശോധിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ നമ്പറിലല്ല അത് അവസാനിക്കുന്നത്. അല്ല, മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ പറയുന്ന പോലെ ഒരു വർധനവില്ല. ഞാനതാ പറഞ്ഞത്, കണക്കിനകത്ത് വലിയ വ്യത്യാസം, അതായത് പഞ്ചായത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെക്കാൾ കൂടുകയും മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പറയുന്ന നമ്പറിൽ നിന്ന് കുറയുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമാണ്. ഇപ്പം എല്ലാ മാധ്യമങ്ങളും അല്ല പറയുന്നത്, മാധ്യമങ്ങൾ കൊടുത്തേക്കുന്നതിനകത്ത് തന്നെ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ പഞ്ചായത്തിലും വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയുന്ന നമ്പർ എല്ലാ പഞ്ചായത്തിലും വ്യത്യാസമുണ്ട്. അത് പിന്നെ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് ഞാനൊരു ആധികാരികമായി യു ഡി എഫിന്റെ കോട്ടകളിലൊന്നും ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ടിനകത്ത് നോട്ടയും വരില്ലേ അല്ലേ? നോട്ടയും ഉണ്ടല്ലേ? ഭൂരിപക്ഷം കാൻഡിഡേറ്റ് ആയതുകൊണ്ട് പറയാത്തതാണ്. 12ന്റെ മുകളിൽ 15ന്റെ അടുത്ത് ഭൂരിപക്ഷമാണ്. ചിലപ്പോൾ തരംഗമാണെങ്കിൽ 15ന്റെ 20ന്റെ ഇടയിൽ വരും. യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ കൃത്യമായ കണക്ക് അതിനെ കുറെ അല്പം വൈകിപ്പോയത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഏരിയകളിൽ ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്, വോട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടൊന്നും ചെയ്യാതിരുന്നിട്ടില്ല. ഇനി ഏതാണ് ചെയ്യാത്തത് എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് 2 എംപിമാരും വളരെ വിശദമായി തന്നെ നിങ്ങളോട് നമ്പറും ഡാറ്റയും വെച്ച് തന്നെ അത് ബ്രീഫ് ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റിയിൽ വലിയ ഭൂരിപക്ഷം BJPക്ക് കൊടുത്ത ആ പ്രദേശത്തിന്റെ ഈ തവണത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് നോക്കും. ആ ബൂത്തുകളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് നോക്കും. 2021 ശ്രീ ഷാഫി പറമ്പിലിന് കിട്ടിയ വോട്ടിന്റെ അത്രയും വോട്ട് ഇത്തവണ ആ ബൂത്തുകളിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടില്ല. ശ്രീ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വോട്ടിന്റെ അത്രയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിൽ ആ പ്രത്യേക പ്രദേശങ്ങളിൽ, ഇപ്പം ഞങ്ങൾ മണ്ഡലമാണ് പറയുക, ആ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 6000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരു പ്രദേശം, മണ്ഡലമാണ് പറയുന്നത്, മുനിസിപ്പാലിറ്റിയുടെ മൊത്തത്തിലല്ല കേട്ടോ, ഞങ്ങളുടെ മണ്ഡലതലത്തിലാണ് പറയുന്നത്. ആ പ്രദേശത്തിനകത്ത് അതെ വെസ്റ്റ് പ്രദേശത്തിനകത്ത് ഞങ്ങളുടെ ഒരു മണ്ഡലത്തിന്റെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പം വെസ്റ്റിനകത്ത് ഇത്തവണ ശ്രീ ഷാഫി പറമ്പിലിന് 2021 കിട്ടിയ ആ തെരഞ്ഞെടുപ്പിലെ മൊത്തോട്ടുണ്ടല്ലോ, 2021 തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ട് ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉള്ള വേറൊരു വ്യത്യാസം ശ്രദ്ധിക്കേണ്ടത്, ടോട്ടൽ വോട്ട് കൂടുകയും ചെയ്തിരുന്നു. അന്ന് പോൾ ചെയ്ത വോട്ട് ഇത്തവണ ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ തന്നെ ടോട്ടൽ വോട്ടിൽ വലിയ വ്യത്യാസം ഉണ്ടായല്ലോ. 2021 2024 എത്തുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ അതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നാളെ 2 എംപിമാരും കൂടെ ചേർന്ന് കിടക്കും. ആത്മവിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ല.